ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഒരു മാങ്ങ താഴെ വീണ് കിട്ടിയിട്ട് ഇത് എവിടെ നിന്നതാണോ ആവോ? ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ആരും കണ്ടില്ലായിരിക്കും. കണ്ടിരുന്നെങ്കിൽ ഇത് ആരെങ്കിലും കൊണ്ടുപോയേനെ. ഇവിടെ ഭയങ്കര മാങ്ങ മോഷണമാണ് ഗൈസ്. ആരാണെന്നറിയില്ല. ഇവിടെ പിന്നെ വഴിയെ പോകുന്നവരാരുമില്ല. പിന്നെ ഈ മെത്ത വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് പോരുന്നില്ലേ. അവരെങ്ങാനും കൊണ്ടുപോയതാണോന്ന് അറിയത്തില്ല. പുറത്ത് നിന്ന് 2 മാങ്ങ ആരോ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ സേലത്ത് പോകുന്നു. അതിൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ബാഗ് പാക്ക് ചെയ്യാനൊന്നുമില്ല. ഒരു ദിവസത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഏട്ടൻ നാളെ പോകുന്നുണ്ട് പറഞ്ഞ് മീനൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിയൽ വെച്ചു, തീയൽ വെച്ചു, മെഴുക്കുവരട്ടി വെച്ചു. മീനൊന്നും വെച്ചില്ല. പിന്നെ ആ വീടെല്ലാം ഒന്നുകൂടെയൊക്കെ അടിച്ച് വാരി തുടച്ചൊക്കെ ഇട്ടു. ചിലപ്പോൾ ഇന്ന് കർട്ടൻ ചെയ്യാൻ ആൾ വരും ഉച്ചയ്ക്ക് ശേഷമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ നോക്കി നിൽക്കുകയാണ്. ഗ്യാസ് സ്റ്റവ് ആ കുട്ടികൾ വന്ന് കുട്ടികളല്ല, എൻ്റെ പ്രായം തന്നെ കേട്ടോ. അതിൽ ഒരാൾ എൻ്റെ ഓട്ടോഗ്രാഫ് സീരിയലിൻ്റെ ഫാനാണേ. അപ്പോൾ "ഓട്ടോഗ്രാഫിലുള്ളതല്ലേ മാഡം" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ആ." അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പയ്യനായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, "നീ ജനിച്ചിട്ടുണ്ടോ അന്നെന്ന്?" ചോദിച്ചു. അപ്പോൾ "എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയുമോ?" എന്ന് ചോദിച്ചിട്ട് ഏജ് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ സെയിം ഏജാണ്. അപ്പോൾ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ചോദിച്ചു, "നീ സീരിയലൊക്കെ കാണൂടെ?" അപ്പോൾ അയാൾ പറഞ്ഞു, "ഇല്ല, ഇത് പഴയ സീരിയലിൻ്റെ കാര്യമാണ്" എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവർ വന്ന് ഗ്യാസ് സ്റ്റൗവൊക്കെ ഇന്ന് അതിൻ്റെ ബർണർ മാറ്റി കൊണ്ടുവരാം, അടുത്ത ദിവസം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബർണറൊക്കെ കൊണ്ടുവന്ന് മാറ്റി വെച്ച് അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ നോക്കി നിൽക്കുകയാണ്. വേദക്കുട്ടി വന്നു. വേദക്കുട്ടിക്ക് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ അവൾ വന്നിട്ട് വല്ലതും അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവൾ തനിയാണ് സാധാരണ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ലക്ഷ്മി എന്നെ സഹായത്തിന് വരുന്ന ലക്ഷ്മി വരുന്നുണ്ട്. പച്ചക്കറിയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചത് എനിക്ക് ആക്ച്വലി ഒരു പരിധി വരെ സഹായം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ ജോലി, കഠിനമായ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇത് വേദയ്ക്ക് കോൾഡ് കോഫി, പിന്നെന്തോ പറയാൻ വന്നു. മുട്ട ബജി, വേറെ എന്തോ ഒരു സമൂസ സാധനം വാങ്ങിച്ചു വെച്ചേക്കുന്നു. അത് ഞാൻ ഇന്ന് വേറെ കൊണ്ടുവന്ന് നെട്ടയത്താക്കാം. ഞാൻ പറഞ്ഞു നെട്ടയത്ത് പോകുമ്പോൾ എടുത്തോണ്ട് പോകും, മറന്നു പോകല്ലേ, എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഞാൻ വരുമ്പോൾ എടുത്തോണ്ട് വരാം. വേദ ട്യൂഷനാക്കും. ട്യൂഷനാക്കിയ ശേഷം വൈകിട്ട് വേദ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വേദ അവിടെ നിന്ന് കൊണ്ടുവന്ന് നെട്ടയത്താക്കും. അപ്പം ഞാൻ പറഞ്ഞു എടുത്ത് വെച്ചേക്ക്. അമ്മയ്ക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നൊക്കെ കഴിക്കത്തുള്ളൂ, പക്ഷേ എങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ കൊണ്ടു കൊടുക്കണം, നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൊണ്ടു കൊടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ കൊണ്ട് കൊടുക്കാറില്ല, അത് വേറെ കാര്യം. മെസ്സേജ് വരും, വീഡിയോ കാണുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. എന്നാലും ഉമ്മണി ഒരെണ്ണം എനിക്ക് തന്നില്ലല്ലോ ബ്രൗണി, എന്നാലും എനിക്ക് ഒരു ബ്രൗണി നിങ്ങൾ കൊണ്ട് തന്നില്ലല്ലോ എന്ന് പറയും. ഇത്ര കഴിക്കും, പക്ഷെ കൊണ്ട് കൊടുക്കണം. അതായി, കോൾഡ് കോഫി ആയി. പിന്നെന്താ ഞാൻ പറയാൻ വന്നടേ, എന്ത് പറയാൻ വന്ന്, നമുക്ക് കഴിച്ചോളാം ഇതായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇതാ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടേ. സ്ട്രോ റെഡി. മറ്റേ സ്ട്രോ ആണോ? ഇല്ല, അതിനെ ഒരെണ്ണത്തിനെ കടിച്ച് ചപ്പിച്ച് വെച്ചേക്കുന്നു. ഞാന് പറയാൻ വന്നതെന്ന്, കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. അതാണ് ഞാൻ പറയാൻ വന്നത്. നോക്കടാ, മാങ്ങ വേണ്ടേ? ചിലപ്പോൾ കേടായിരിക്കും കേട്ടാ. ഞാൻ പറഞ്ഞ് ബജിയും കോൾഡ് കോഫിയും കഴിച്ചിട്ട് വാ, ഞാൻ ഇത് ചെത്തി തരാന്ന്. അപ്പൊ അവൾക്ക് ഇപ്പൊ ചെത്തണം, കാരണം ഇനി എവിടെ പോയി ഇരുന്ന് എഴുന്നേക്കാൻ വയ്യ. കൊള്ളാമോ നോക്കട്ടെ. കൊള്ളാടാ, ഇതിൽ തന്നെ വയ്ക്കട്ടാ. തോടെ ചെത്തി കളഞ്ഞിട്ട് തിന്നണേ, ചെത്തിയല്ല ഇങ്ങനാക്കി തിന്നണേ. ഞാൻ കരുതി കേടാവുമെന്നേ. അതിന്റെ മുകൾ ഭാഗം അല്ലാതെ തന്നെ അപ്പം കരുതി കേടായിരിക്കും. ഇത് ഈ സൈഡ് എനിക്കും, നല്ല ഭാഗം വേദയ്ക്കും. ഏട്ടന് ചിലപ്പോഴൊക്കെ കൊടുക്കും, കഴിക്കൂല, വേണ്ടെന്ന് പറയും. അപ്പോഴേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കർട്ടൻ ചെയ്യാനായിട്ട് ചേട്ടന്മാരെത്തിയേ. ഈ ചേട്ടനുണ്ടല്ലോ, ഒരു 20-25 വർഷത്തിന് ശേഷം ഞാൻ ചേട്ടനെ കാണുക കേട്ടോ. നമ്മൾ ഓട്ടോഗ്രാഫ് ചെയ്യുമ്പോൾ ചേട്ടൻ അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന ഉടനെ ശ്രീകുട്ടി, ഓട്ടോഗ്രാഫിനുണ്ടായിരുന്ന ശ്രീകുട്ടിയാണോ എന്ന്, മറ്റേ പുള്ളിയാണ് നമുക്കവിടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ പുള്ളി വന്നിട്ട്, ചേട്ടൻ വന്നിട്ട് ചോദിച്ചു, ശ്രീകുട്ടി യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഓട്ടോഗ്രാഫിലെ ശ്രീകുട്ടിയാണ്. ഞാനും കണ്ടില്ല കേട്ടോ. മറ്റേ പുള്ളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കയറു ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ പാത്രം എന്തോ കഴിക്കൊണ്ടിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഈ ചേട്ടനെ കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി, കാരണം ഒരു 20-25 വർഷങ്ങൾക്ക് ശേഷം ഓട്ടോഗ്രാഫ് ചെയ്തുകൊണ്ട് നിന്നതാണ്. അതിന് ശേഷം ചേട്ടനെ കണ്ടതാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. സനലെന്നാണ് ചേട്ടൻ്റെ പേര്. കാരണം ഓട്ടോഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു ലൊക്കേഷനാണ്.
ഒരുപാട് ഭയങ്കര രസമുള്ള ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ. എല്ലാവരും തമ്മിൽ അത് ഒരു പ്രത്യേക ഫീലായിരുന്നേ. അപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും സംസാരിച്ചപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പോലൊരു ഫീൽ. ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു, ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, സീരിയലായാലും സിനിമകളായാലും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇത്രയും എൻജോയ് ചെയ്തൊരു വർക്ക് ഓട്ടോഗ്രാഫ് മാത്രമാണ്. എല്ലാവരുമായിട്ടും, ഇപ്പോൾ ടെക്നീഷ്യൻസ് ആണെങ്കിലും അല്ല നമ്മൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും ഭയങ്കര കൂട്ടും ഭയങ്കര ജോലിയും. ആരും അവിടെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. അതൊരു പ്രത്യേക സത്യം. അതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം നമ്മുടെ ശരത്തിൻ്റെ കാര്യം മാത്രമാണ്. ശരത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. ശരത്ത് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ശരത്തിൻ്റെ ആ ഒരു നമ്മളെ വിട്ടു പോയതും ഒക്കെ ആയിരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ കേർട്ടൻ എല്ലാം ചേഞ്ച് ചെയ്തു. ഭയങ്കര രസമുണ്ട് കേട്ടോ. പുതിയ കേർട്ടൻ ഇട്ടപ്പോൾ, ബ്ലൈൻഡ്സ് ഇട്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പോൾ വന്നു ഒരു അരമണിക്കൂർ കൊണ്ട് അവർ കാര്യം കഴിഞ്ഞു കേട്ടോ. അത് നമ്മുടെ പഴയ കർട്ടൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ടൈമേ എടുത്തുള്ളൂ. അവർ ഫിക്സ് ചെയ്യാനായിട്ട് അത്രയും സമയം പോലും എടുത്തില്ല. വളരെ പെട്ടെന്ന് ഫിക്സ് ചെയ്തിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്കും കർട്ടനൊക്കെ ചെയ്യണമെങ്കിൽ പുള്ളിയുടെ ഓഫീസ് അമ്പലമുക്കിലാണ്. പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 1-2 പേരെ കോൺടാക്ട് ചെയ്തതിൽ പുള്ളിയുടെ റേറ്റ് നല്ലതായിട്ട് തോന്നി. 8 ഇയേഴ്സ് വാറണ്ടി ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പുള്ളിക്ക് തന്നെ കൊടുത്തേക്കാന്ന് കരുതിയത്. സത്യം പറയാലോ, കർട്ടൻ ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരു വൃത്തിയും മെനയൊക്കെ വന്ന കേട്ടോ. സത്യം വേറൊരു ഭംഗി. അവനെ വെറുതെ പറയല്ലേ. ഫുൾ ചെയ്തു. മുകളിലത്തെ റൂമിലും ബെഡ്റൂമിലും ഒക്കെ ചെയ്തു. കിച്ചണിലും ഞാൻ ചെയ്തതാണ്. പക്ഷെ അവിടെ മറ്റേ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ചെയ്തില്ല. പിന്നെ ഇവിടെ വേറൊരു പഴയ കർട്ടൻ്റെ ഇതാ കിടന്നത്. അതിനെ മാറ്റിയിട്ട് ഇതിട്ടു. ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അവരുടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളതിട്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നോക്കിക്കേ, വീടൊരു കോലമായിട്ട് കിടപ്പുണ്ട്. ഇന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയിട്ടതാണ് ഞാൻ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യലാണ്. വേദയെ കൊണ്ടുവന്ന് ട്യൂഷന് വിട്ടിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യലാണ് എൻ്റെ പണി. ഒരു ദിവസവും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പിന്നെ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണല്ലോ. തീരുമ്പോൾ പണി തരാനായിട്ടേ. അങ്ങനെ വീട് ഞാൻ വൃത്തിയാക്കിയേ. ഇന്ന് രാവിലെ അടിപൊളിയായിട്ട് തൂത്ത് ലക്ഷ്മി കഴിഞ്ഞ ദിവസം വൃത്തിയാക്കി ഇട്ടിട്ട് പോയി. പക്ഷെ വലയൊക്കെ അടിച്ചിട്ടേക്കണതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ തൂത്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ എന്നും ഞാൻ തൂത്ത് തുടയ്ക്കുമല്ലോ. ലക്ഷ്മി ചെയ്താലും ഇല്ലെങ്കിലും ചെയ്യും. അപ്പം ഇന്നും ഞാൻ നല്ല വൃത്തിക്ക് തൂത്ത് തുടച്ചൊക്കെ ഇട്ടിരുന്നതാണ്. പിന്നെ കർട്ടനൊക്കെ കഴിച്ചപ്പോൾ ഇത്രയും പൊടിയായി. നമ്മളെ പഴയ കർട്ടൻ. അതിൽ കുറച്ച് കർട്ടൻ എടുത്ത് ഞാൻ നമ്മൾ ഈ ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അവിടെയും അത് കണ്ടില്ലല്ലോ അവർ. അവിടെയും ഞാൻ കർട്ടൻ ചേഞ്ച് ചെയ്തേ. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടാം. അത് കാണിച്ചിങ്ങനെ ഇതിങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പം അതിനെ വാഷ് ചെയ്ത് വെച്ചേക്കാം. വാഷ് ചെയ്ത് വെച്ചിട്ട് ചേഞ്ച് ഒന്നും തോന്നുമ്പം അതെടുത്തിടാം. അപ്പം നെട്ടയത്തും ഇതുപോലൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നമുക്കവിടെ. അപ്പോൾ അവിടെയും ഒരു 2-3 കോട്ടൺ കൊണ്ട് അവിടെ ഉണ്ട്. അപ്പം അവിടെയും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ ഈ കോട്ടൺ എടുത്തിടാമല്ലോ. അങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ബാക്കി അത് എന്ത് ചെയ്യും എന്നങ്ങനെ ഇട്ടേക്കുന്നു. ഇത് ശരിക്കും നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ. ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതൊക്കെ തുരുമ്പിച്ചു തുടങ്ങി. എനിക്കൊന്നും ഇത് മാറ്റി വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. ഈ സാധനം ഇത് തുരുമ്പിച്ചു പോയി. അതിൻ്റെ സ്റ്റീൽ ആ സാധനമൊന്നും ഒന്നും ചെയ്തില്ല. അതൊക്കെ സ്റ്റീലിൻ്റെയാണ്. ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ നെട്ടയത്ത് അവിടെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ അത് മാറ്റിയിട്ട് തിരിച്ചു വയ്ക്കും. ഇതിൽ സ്ക്രൂ ഒക്കെ ദ്രവിച്ചു പോയി. സ്ക്രൂ ഒക്കെ പുതിയത് വാങ്ങണം. പക്ഷെ മറ്റേത് പൈപ്പൊന്നും ഒന്നും ചെയ്തില്ല. ഇതും ഒന്നും ചെയ്തില്ല. ഇത് മാറ്റാൻ കിട്ടും. മാറ്റിയാൽ മതിയാവും. ഓക്കെ, നമ്മളെ വീട് കാണിച്ചു. ഞാൻ കാണിച്ച് എങ്കിലും അത് ഞാൻ കാണിച്ചതല്ലേ. കേട്ടനൊക്കെ ഇട്ട്. പക്ഷെ സത്യം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ മറ്റത് കുറേ നാൾ കൊണ്ട് കിടന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ ഒരിതാവും. ഒരു ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണ്. ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നണം കേട്ടോ. നല്ല നല്ല രസമുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വെട്ടവും നമുക്ക് ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയപ്പോൾ എനിക്കങ്ങ് കൊച്ചിനെ കാണാൻ കൊതിയായിട്ടോ. അങ്ങനെ ഓടി ഞാൻ ചീമരൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ ചീമയുടെ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ നമുക്ക് നെട്ടയത്ത് പോകുന്ന ദൂരമില്ലല്ലോ. അതുകൊണ്ട് എന്നും പോയി കാണാൻ ഇങ്ങനെ തോന്നും. വേദ അറിയണ്ട. വേദ ട്യൂഷൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞെ കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേദ മിണ്ടാതിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവളെ വന്ന് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾ ഉറക്കമായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും ഉണർന്നു. അങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം കേട്ടോ. കിളികളല്ലേ, പച്ചപ്പ് കാണാനാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ
എപ്പോഴും വിരൽ വായിക്കാത്തതുമാണ്. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വേദയോട് ചോദിച്ചു, "വേദ കുഞ്ഞെ പോലെ ഇരിക്കുന്നതാണോ ഇഷ്ടം, വലിയ കുട്ടിയായിട്ടിരിക്കുന്നതാണോ ഇഷ്ടമെന്ന്?" "ഓ അമ്മ, കുഞ്ഞെ പോലെ മതി. അതാകുമ്പോൾ എഴുതുകയും പഠിക്കുകയും വായിക്കുകയൊന്നും വേണ്ടല്ലോ" എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഉം, ഒന്നും അറിയണ്ടല്ലേ, എല്ലാവരുടെയും ചെല്ലപ്പിള്ളയായിരിക്കും, ഭയങ്കര ക്യൂട്ടായിരിക്കും, എല്ലാവരും എടുത്തുകൊണ്ട് നടക്കും അല്ലേ, അതൊക്കെ ഒരു രസമാണ്. വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനല്ലേ. എങ്കിലും നമ്മുടെ കൊച്ചുങ്ങൾ നമുക്ക് വലുത് തന്നെയാണ്. ഇപ്പോൾ വേദ ആയാലും എത്ര വലുതായാലും അവളെനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു പെണ്ണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി, അങ്ങനെ കുഞ്ഞിയെ കണ്ടിട്ട് നേരെ വേദയെ വിളിക്കാൻ പോയി. കുഞ്ഞിയെ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ അവൾ എത്ര കണ്ടാലും മതിയാവത്തില്ല. പിന്നെ നമുക്ക് എപ്പോഴും പറ്റത്തില്ലല്ലോ. പിന്നെ അവളെ കൊടുത്തിട്ട് ഞാൻ വേദയെ വിളിക്കാൻ പോയി. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നെട്ടയത്ത് കൊണ്ടാക്കണം, നാളെ നമ്മൾ തമിഴ്നാട് പോവുകയാണ്. അപ്പോൾ വേദയെ നെട്ടയത്ത് നിർത്തിയിട്ടാണ് പോകുന്നത്. പോകും വഴി വട്ടിയൂർക്കാവിൽ ഇറങ്ങിയിട്ട് ഞാൻ പൊറോട്ടയും ചിക്കനും വാങ്ങാനായിട്ട് നിന്നതാണ്. അപ്പോൾ അച്ഛൻ ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അച്ഛൻ വീണ്ടും കറി വാങ്ങണം. ഈ പൊറോട്ടയും ചിക്കനും കിട്ടുന്ന കടയിൽ ചിലപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇവിടെ കയറി വെജിറ്റബിൾ കറി വാങ്ങി. ഇവിടുത്തെ പൊറോട്ട ചിക്കൻ ഫ്രൈ ഒന്നും അത്ര ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് വെജിറ്റബിൾ കറി, മഷ്റൂം പെപ്പർ ഫ്രൈ നല്ലതാട്ടോ. മഷ്റൂം മസാലയൊക്കെ നല്ലതാണ്. അങ്ങനെ മഷ്റൂം പെപ്പർ ഫ്രൈയും പൊറോട്ടയും വാങ്ങി. എന്നും ചിക്കനൊക്കെ അല്ലേ കഴിക്കുന്നത്, ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി കേട്ടോ. മെയിനായിട്ട് വാങ്ങാത്തത് വേദ വന്നാൽ അടുത്ത ദിവസം അവിടെ ചിക്കൻ വീട്ടിൽ വാങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ നാളെ ഇനി എന്തായാലും ചിക്കൻ കഴിക്കണമല്ലോ എന്ന് എഴുതിയിട്ടാണ് പിന്നെ ചിക്കൻ വാങ്ങാതെ മഷ്റൂം ആക്കിയത് കേട്ടോ. അങ്ങനെ വേദയെ കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് നേരെ ഞാൻ ഓടി വീട്ടിൽ വന്നു. ഒരുപാട് പണികളുണ്ട് ഇനി തീർക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം. 7:30 മണിയായി. ഇനിയിപ്പോൾ പുട്ട് വേദയെ കൊണ്ടുവന്ന് അവിടെ ആക്കി തീയൽ വെച്ചു. തീയലൊക്കെ ഒരു പാത്രം തീയലിരിക്കുന്നു. ഇത് ആക്ച്വലി മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ് വെച്ചതാണേ. ലക്ഷ്മി വന്നപ്പോൾ അന്ന് അരിഞ്ഞ് വെച്ചതാണ്. ഇനി അത് ഇരുന്നാൽ വീണ്ടും ചീത്താവല്ലോ എന്ന് കരുതി ഇന്ന് ഞാനത് കംപ്ലീറ്റ് എടുത്ത് തീയൽ വെച്ചു. കത്തിരിക്ക തീയൽ. പിന്നെ അപ്പോൾ 7:30 മണിയായി. ഇനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. രാവിലെ നാളെ 2-2:30 മണിയൊക്കെ ആയിട്ട് പോയാട്ടൻ ഇപ്പോഴേ പോവാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പതിയെ പോവാമല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ പിന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഞാൻ കാറി കിടന്ന് ഉറങ്ങും, അത് വേറെ കാര്യം. അങ്ങനെ രാവിലെ പോകാമെന്നും പറഞ്ഞിരിക്കണം. ഏട്ടൻ ഇപ്പം തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോൾ പോയാലും കണക്ക് തന്നെ, എങ്കിലും കുറച്ചെങ്കിലും ഒന്നും ഉറക്കം വരൂല. വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും. ഉറങ്ങിയിട്ട് നമുക്ക് പോവാം. നാളെ നമ്മുടെ തമിഴ്നാട് വിശേഷമായിട്ട് കാണാം. പുതിയ നമ്മുടെ വസ്ത്രയുടെ ലോഞ്ചസ്, സാരീസ്, കാഞ്ചി കോട്ടൺ, നാരായൺപേട്ട്, കല്യാണി കോട്ടൺ, മഹേശ്വരി കോട്ടൺ, ഓണം സെറ്റ് സാരീസ്. ഞാൻ ആക്ച്വലി മൾക്കോട്ടൺ എടുക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാഞ്ചി ബോർഡറിൽ വരുന്ന മൾക്കോട്ടൺ എടുക്കാൻ പോയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മൾ പോയ ഷോപ്പിൽ നിന്നും ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ നിന്ന് വാങ്ങണ്ടേ. അപ്പം നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം തന്നെ തരണം നമ്മുടെ ബഡ്ജറ്റിന്. അപ്പോൾ വാങ്ങുന്നവരെല്ലാവരും അതാ പറയുന്നത്, ആ ബഡ്ജറ്റിൽ നല്ല സാധനമാണ് ശ്രീകുട്ടി തരുന്നു എന്ന് പറഞ്ഞവർ വീണ്ടും വീണ്ടും നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് തന്നെയാണ് ഷോപ്പ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ഷോപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിയിട്ട് ഇത് കൊള്ളില്ല ഇനി ഇവിടെ നിന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞ് പോവരുത്, നമ്മുടെ നിന്ന് വീണ്ടും വാങ്ങണം. അപ്പം അങ്ങനെയുള്ളൊരു സാധനം എനിക്ക് കാഞ്ചി ബോർഡറിൽ വരുന്ന സാധനം കിട്ടിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാത്തത്. ഇപ്രാവശ്യം ഒന്ന് തപ്പി നോക്കണം. തപ്പി നോക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് ഒരു ദിവസം ഒന്നും മതിയാവില്ല. 2 ആഴ്ചയെങ്കിലും അവിടെ നിന്നാൽ മാത്രമേ എല്ലാ കടകളും കയറി ഇറങ്ങി നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും പുതിയ പുതിയ കടകൾ കാണുന്നു, പരിചയപ്പെടുന്നു. എല്ലാം നമ്മൾ ഓരോ സാരി ഓരോ സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ചെട്ടിനാട് പോകണം. ഈ രാത്രി നമ്മൾ പോയാൽ ചെട്ടിനാട് എത്ര മണിക്ക് എത്തും? തിരിച്ചു വരുമ്പോ ചെട്ടനാടാ. അതൊക്കെ വീടുകളിലല്ലേ, ഗ്രാമത്തിലല്ലേ അവർ നെയ്യുന്നത്. അതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷെ എങ്കിലും നമുക്ക് പാതിരാത്രി ചെന്ന് അവിടെയൊക്കെ കയറാൻ പറ്റുമോ? മധുര സുങ്കുടി കോട്ടൺ ഇപ്പുറ സൈഡില്, ചെട്ടിനാട് ഇപ്പുറ സൈഡില്. അപ്പൊ എല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രാസ് ചെക്ക് സാധനം ഉണ്ടല്ലോ, അതും ഒന്ന് തപ്പി നോക്കണം. അത് ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊരു സാധനമാണ്, കിട്ടുമോ നോക്കാം. പിന്നെ കാഞ്ചി കോട്ടണിലെ ധാവണി ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അത് കുറച്ച് പീസസ് എടുത്ത് നോക്കാം. നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ധാവണിയൊക്കെ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഈ കാഞ്ചി കോട്ടണിലെ ധാവണി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തപ്പോൾ. അപ്പൊ ഇപ്രാവശ്യം ഒരുപാട് എൻക്വയറീസ് വന്നു. എന്തായാലും കുറച്ച് പീസ് എടുത്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെയൊക്കെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ പുതിയ കളക്ഷൻസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും തിങ്കളാഴ്ച മുതലേ ഞാൻ ഓർഡർ എടുക്കത്തുള്ളൂ. കാരണം തിങ്കളാഴ്ച മാത്രമേ നമ്മൾ വീട്ടിലെത്തത്തുള്ളൂ. കളക്ഷൻ ഏട്ടനൊന്ന് നോക്കണമൊക്കെ. കളക്ഷൻസ് എല്ലാം സൺഡേ വരും. സൺഡേ വന്നിട്ട് ഞങ്ങൾ ട്രാവലിലായിരിക്കും. സൺഡേ ഈവനിങ് ഞങ്ങൾ ഇങ്ങനെ എത്തത്തുള്ളൂ. അപ്പോൾ ഈ ട്രാവലിൽ നമുക്കൊന്നും
മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മൺഡേ മുതലായിരിക്കും സ്റ്റോക്ക് എടുക്കുന്നത്. സൺഡേ എല്ലാം കാണിക്കും. പിന്നെ മൺഡേ വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഓർഡർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു നല്ല വിശേഷം വസ്ത്രയുടെ പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം. ടാറ്റാ ബൈ.